അജിത്ത് തല വിടാമുയർച്ചി. ആ പടം എനിക്ക് തോന്നുന്നു അജിത്തിൻ്റെ 2 കൊല്ലത്തിന് ശേഷമാണ് ഒരു പടം തിയേറ്ററിൽ റിലീഫാവുന്നത്. തൃഷയും അജിത്തും കൂടെ ചേർന്ന് നായകനും നായികയാകുന്നു. കൂടെ വില്ലനായിട്ട് അർജുൻ എത്തുന്നു, ആക്ഷൻ ഹീറോ അർജുൻ. എല്ലാം കൊണ്ടും കാണികൾക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു ചിത്രമായിട്ടായിരുന്നു വിടാമുയർച്ചി റിലീഫിന് മുമ്പ് നമ്മൾ കാത്തിരുന്നത്. അതിനൊക്കെയുള്ളൊരു കാരണം, ഒരു തമിഴ് ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് ഇടി, പാട്ടുകൾ, എന്താ പറയുന്നത്, അതുപോലെ ഒരു വെടി ഇടി അടി, ആ ലെവലാണ് തമിഴ് ചിത്രങ്ങൾ. അജിത്ത്, വിജയ്, സൂര്യ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളെ ഇങ്ങനെയുള്ളവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സത്യം പറയട്ടെ, ഈ ചിത്രത്തിൽ അതൊന്നുമില്ല. അതൊന്നും പ്രതീക്ഷിച്ച് ഈ ചിത്രം കാണാനേ പോകണ്ട. അപ്പം നായകൻ എന്നെനിക്ക് തോന്നുന്നു രക്ഷകനായിത്തുന്നവനാണല്ലോ നായകൻ. തമിഴ് സിനിമയിൽ ഭൂരിപക്ഷവും രക്ഷക പരിവേഷമാണ്. എല്ലാ ചിത്രങ്ങളിലും നായകന് രക്ഷക പരിവേഷമാണ്. വില്ലിൽ നിന്ന് നായികയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ രക്ഷിക്കുന്ന ഒരു പരിവേഷം തന്നെയാണ് നായകന് പലപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പം അജിത്ത് തലയുടുപ്പോടെ ഈ ചിത്രത്തിൽ നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജിത്തിനെ ഇഷ്ടപ്പെടുന്നവരും നമ്മളൊക്കെ തമിഴ് സിനിമ കാണാൻ പോകുമ്പോൾ ഇടിയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവരെ സംബന്ധിച്ച് ഇത് അവർക്കൊരു നിരാശ നൽകുന്ന പ്രകടനമായിരിക്കും അജിത്ത് കാഴ്ചവെച്ചത്. കഥ സിമ്പിളായിട്ടുള്ളൊരു കഥ പറഞ്ഞു പോയി. ഇതിൻ്റെ സംവിധായകൻ മകിഴ് തിരുമേനി, ഞാൻ പേര് പുള്ളിയുടെ സംവിധാനം. പക്ഷേ ഇതിൻ്റെ എന്താ പറയുന്നത്, ക്യാമറ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഈ സംവിധായകൻ്റെ ഒരു കഴിവ് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. ഈ മകിഴ് തിരുമേനി എന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. കാരണം അജിത്തിനെ പോലുള്ള ഒരു വ്യക്തിയെ ഈ റോളിൽ കൊണ്ടുവരികയും ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി പെട്ടവരെ കൊണ്ടും ഈ തൻ്റെ ഇടം കിട്ടാൻ വഴിയില്ല. കാരണം അത്രയ്ക്കൊരു അജിത്ത് എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നതിന് വ്യത്യസ്തമായ ഒരു പ്രതലത്തിലാണ് അജിത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുതന്നെ ഈ സംവിധായകനെ പറ്റി എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നല്ല വശമാകാം, അല്ലെങ്കിൽ അതൊരു മോശവശമാകാം. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് അജിത്തിനെ ഇഷ്ടപ്പെടുന്ന, അജിത്തിൻ്റെ ഓരോ പ്രകടനത്തിനും എണ്ണിച്ച് നിന്ന് കൈയടിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നിരാശ നൽകുന്ന പ്രകടനമാണ് അജിത്തിൽ നിന്നുണ്ടായത് എന്ന്, അജിത്തിനെ അവതരിപ്പിച്ചതിൽ നിന്ന് ഉണ്ടായത് എനിക്ക് തോന്നുന്നു. അജിത്ത് എന്ന് പറയുന്ന നായകൻ തമിഴ് ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രം എനിക്ക് തോന്നുന്നു ഫാമിലികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്ലാഫ് മാഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്ലാഫാണോ എന്ന് ചോദിച്ചാൽ ക്ലാഫ് എന്ന് പറയാം, മാഫ് എന്ന് പറയാനും പറ്റത്തില്ല. ആ ലെവലിൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ആദ്യ നോട്ടത്തിൽ എനിക്ക് തോന്നി. ഇനി ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ലെവലൊരു ചിത്രം തന്നെയാണിത്. ആദ്യ പതിയിൽ വളരെ ലാഗാണ് ചിത്രം നേടിയത്. എൻ്റെ വീഡിയോ കാണുമ്പോഴും ചിലർ പറയും ഭയങ്കര ലാഗാണ്, ഞാൻ സ്പീഡ് കുറച്ചാണ് പറയുന്നത്. അതേപോലെ വളരെ ലാഗാണ് ഈ ചിത്രം പറഞ്ഞു പോയത്. കഥയ്ക്ക് പ്രത്യേകിച്ച് മൂവ്മെൻ്റൊന്നുമില്ല. തൃഷയും അജിത്തും തമ്മിലുള്ള കുറച്ച് പ്രേമരംഗങ്ങളൊക്കെയാണ് ആദ്യമേ കാണിക്കുന്നത്. അതിനുശേഷം അവരുടെ ദാമ്പത്യ ജീവിതം പിരിയുന്നത് പോലെ ഉള്ളൊരു അവസ്ഥയിലൊക്കെ എത്തുന്നതും, അതിൻ്റെ ഇടയ്ക്ക് വില്ലൻ അർജുൻ, ആക്ഷൻ ഹീറോ അർജുനെയൊക്കെ അവതരിപ്പിച്ച് എനിക്ക് തോന്നുന്നത് മോശം ആയിട്ടാണ് അവതരിപ്പിച്ചത്. ഒരു അർജുൻ എന്നൊക്കെ പറയുന്നൊരു വില്ലനായിട്ട് വരുമ്പം നമുക്ക് അർജുനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊന്ന് ചിത്രം തന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, തന്നിട്ടില്ല. അതുപോലെ തന്നെ അജിത്തിൻ്റെ ആദ്യത്തെ ഇൻട്രോ സീനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വരുന്നു. അതാ ഞാൻ പറയുന്നത്, ഒരു മലയാളത്തിലായാലും തമിഴായാലും നായകനെ അവതരിപ്പിക്കുമ്പോൾ ഒരു BGM ഒക്കെ ഇട്ടൊരു തിയേറ്റർ കുലുക്കിക്കൊണ്ടാണല്ലോ വരുന്നത്. അതൊന്നുമില്ല. സാധാരണ പോലെ അജിത്ത് സാധാരണക്കാരനെ പോലെ വന്നു പോകുന്നു, അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ പലപ്പോഴും തിരിച്ചടിക്കേണ്ട മുഹൂർത്തങ്ങളിൽ ഇപ്പം അജിത്ത് അടിക്കും. അപ്പം പ്രേക്ഷകരായി നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അടിക്കും,
ഇപ്പം അടിക്കും, അജിത്തിൻ്റെ അടി ഇപ്പം കാണാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വളരെ നിരാശ. അജിത്ത് കൈ ഉയർത്തി അടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് അർത്ഥമാകുന്നത്. ഒരു തമിഴ് സിനിമയിൽ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുത്തില്ല എന്ന് പറയുന്നതും പ്രേക്ഷകർ ഒരുമാതിരി അംഗീകരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഫ്ലോ രീതി പറഞ്ഞു പോകുന്ന ഒരു കുടുംബ ചിത്രം എന്തിൻ്റെ ലെവലിൽ പെടുത്താവുന്ന ഒരു ചിത്രം, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ചിത്രമായിട്ട് തോന്നുന്നു. അപ്പം ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ചില ലാഗുകളൊക്കെ ഉണ്ടാകാം. പിന്നെ തലായെ, വിജയ്, സൂര്യ, രജനീകാന്ത് ഇങ്ങനെയൊക്കെയുള്ള നടന്മാരുടെയൊക്കെ ചിത്രം നമ്മൾ കാണാൻ പോകുമ്പം നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഇടവിട്ട് ഇടി വന്നുകൊണ്ടിരിക്കണം. അരമണിക്കൂറല്ല, 10 മിനിറ്റ് ഇടവിട്ട് ഇടി വന്നുകൊണ്ടിരിക്കണം, അടി വേണം, പാട്ട് വേണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത്. അതൊന്നും ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ അണിയറക്കാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ലെവലിലുള്ള ചിത്രമാണ്, ഫ്ലോ രീതിയിലൊരു കുടുംബകഥയാണ് പറഞ്ഞു പോകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കഥ പറഞ്ഞു പോകുന്നു. അപ്പം ഒരു എന്താ പറയുന്നത്, ആ രീതിയിൽ പറഞ്ഞു പോകുന്നു. അതിനകത്ത് വില്ലന്മാരെത്തുന്നു, അവസാനം നായകനെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സ്ഥിരം പാറ്റേണിലുള്ള ഒരു കഥ തന്നെയാണ് ഈ പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വളരെ പ്രതീക്ഷയോട് കാത്തിരുന്നിട്ട് കിട്ടിയത് ഒന്ന് സംഗീതം, അനിരുദ്ധിൻ്റെ സംഗീതം. അനിരുദ്ധിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊക്കെ തന്നെ ഈ ചിത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാട്ടുകളൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. അതുപോലെ തൃഷ എന്ന് പറയുന്ന നായിക അന്ന് കണ്ടതും ഇപ്പം കണ്ടതും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. വലിയ ഭാവമോ ഇതൊന്നും തൃഷയിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അജിത്ത് എന്ന് പറയുന്ന നടനെ എന്തു പറയാൻ, അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്നൊന്നും നമുക്ക് ഭയങ്കര അഭിനയ സാധ്യത എന്നൊന്നും പറയില്ല. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ റോളാണോ എന്ന് ചോദിച്ചാൽ അജിത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു റോള് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള. പിന്നെ നടന്മാരാണ് അവർ പല റോളുകൾ എടുക്കാം. അജിത്തിൽ നിന്ന് എന്താ പറയുന്നത്, ഈ ചിത്രം അല്പം കൂടെ ഞാൻ പറഞ്ഞ ഈ അണിയറക്കാർ അവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫ്ലോ പിച്ചിലൊരു പടം നിർമ്മിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രേക്ഷകർ ഒരു തമിഴ് സിനിമ അജിത്ത് 2 കൊല്ലത്തിന് ശേഷം വരുമ്പം പ്രേക്ഷകർ വിചാരിച്ചിരിക്കുന്നത് ഒരു അടിപൊളി ഇൻട്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടി എന്നൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഈ ചിത്രം തരുന്നില്ല എന്നുള്ളതാണ്. ഒരു നനഞ്ഞ പടക്കം പോലുള്ള ഒരു നായകൻ, അതാണ് അജിത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ആ രീതിയിൽ നമ്മൾ അജിത്തിൻ്റെ മാഫൊക്കെ അജിത്തിൻ്റെ മാഫൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇത് അങ്ങോട്ട് പോവുക വേണ്ട. അല്ലാത്തവർക്ക് ഒരു ഫാമിലി വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ മുയർച്ചി എന്ന് പറയുന്ന ചിത്രം. അപ്പം നിങ്ങൾ എന്താ ഞാൻ ഈ ചിത്രത്തെപ്പറ്റി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വലിയ അടിയും ഇടിയൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷേ എനിക്കതിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഈ ചിത്രം മോശമാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു നമ്മൾ വിചാരിക്കുന്ന പാറ്റേണിൽ വന്ന ഈ ചിത്രമല്ല, അല്ലാത്ത രീതിയിലുള്ളൊരു ഫാമിലി ഓഡിയൻസിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും പോയി കാണുക, എല്ലാ ചിത്രങ്ങളും വിജയിപ്പിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.